അപ്പം അത് വരുന്നത് നിർമ്മലാ സീതാരാമനാണ് വരുന്നത്. അപ്പം മതി, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിർത്താവേ. ചോദിക്കാം കുറച്ച് കാര്യങ്ങൾ, നിങ്ങളൊന്ന് ആൻസർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതാക്കാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാവേ. ഓക്കെ. ഇപ്പം ഇന്ത്യ അല്ലാതെ മിക്സഡ് എക്കണോമിക്ക് വേറൊരു എക്സാമ്പിൾ പറയാവോ? ഇന്ത്യ അല്ലാതെ മിക്സഡ് എക്കണോമിക്ക് വേറെ ഒരു എക്സാമ്പിൾ പറയാവോ? ഇന്ത്യ അല്ലാതെ മിക്സഡ് എക്കണോമിക്ക് വേറെ എക്സാമ്പിൾ പറയാവോ? ഓക്കെ. ദെൻ സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ വരുന്നത്? സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ വരുന്നത്? ആൻസർ ചെയ്യണേ, എല്ലാരും ആൻസർ ചെയ്തേ. സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ വരുന്നത്? സെബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ വരുന്നത്? ഞാനിപ്പോ പറഞ്ഞതല്ലേ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ. എക്സ്റ്റാബ്ലിഷ് ചെയ്ത എന്നാണ്? എസ്റ്റാബ്ലിഷ് ചെയ്ത എന്നാണ്? എന്നാണ് എക്സ്റ്റാബ്ലിഷ് ചെയ്തത്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് ഒരു എക്സാമ്പിള്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് ഒരു എക്സാമ്പിള്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് എക്സാമ്പിള്. സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് എക്സാമ്പിള്. ഓക്കെ. സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ മെയിൻ സെന്റർ പവർ ഏതായിരിക്കും വരുന്നത്? ഓക്കെ. ദെൻ ബ്ലൂ റെവല്യൂഷൻ എന്തിനെ കാണിക്കാനുള്ള? ബ്ലൂ റെവല്യൂഷൻ എന്തിനെ കാണിക്കാനുള്ളതാണ്? വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആരാ ഇത് വന്നത്? വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആരാണ് കൊണ്ടുവന്നത്? വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. വെൽത്തി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത്. വെൽഫെയർ ഡെഫിനിഷൻ ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിന്റെ ബുക്കായിട്ടുള്ള ഏത് ബുക്കിനകത്താ പറഞ്ഞിട്ടുള്ളത്? ഏത് ബുക്കിനകത്താണ് പറഞ്ഞിട്ടുള്ളത്? 1819 ഒരു ബുക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഏത് ബുക്കായിരുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ്. ദെൻ വെൽത്ത് ഡ്രെയിൻ തിയറി ഏത് ബുക്കിനകത്താണ് ദാദാബായി നവറോജി മെൻഷൻ ചെയ്തത്? ഏത് ബുക്കിനകത്താണ് വെൽത്ത് ഡ്രെയിൻ തിയറി മെൻഷൻ ചെയ്തത്? വെൽത്ത് ഡ്രെയിൻ തിയറി മെൻഷൻ ചെയ്തത് ഏത് ബുക്കിനകത്താണ് ദാദാബായി നവറോജി? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇത് സ്റ്റാറ്റിക് റിലേറ്റഡ് ആയിട്ട് ഈ ബുക്ക് എഴുതിയത് ആരാന്നും പറഞ്ഞ് ചോദിക്കാം കേട്ടോ. ഓക്കെ. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആരാ കൊണ്ടുവന്നത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആരാണ് കൊണ്ടുവന്നത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് ആരാണ് കൊണ്ടുവന്നത്? ഗോൾഡൻ റെവല്യൂഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്? ഗോൾഡൻ റെവല്യൂഷൻ ഗ്രീൻ റെവല്യൂഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന? ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചർ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. അടുത്ത ദിവസം ബാക്കി ഉണ്ടായിരിക്കും. എക്കണോമിക്സിന്റെ ക്ലാസ്, തിയറി ക്ലാസ്സസ് നിങ്ങൾക്ക് ഓൺ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം കയറാനായിട്ട്.
കംപ്ലീറ്റ് ആക്കി വെച്ചവര് അതൊന്ന് റിവൈസ് ചെയ്തിട്ട് കയറുക കേട്ടോ. അതൊന്ന് റിവൈസ് ചെയ്തിട്ട് കയറുക. ബാക്കി നാഷണൽ ഇൻകം പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്തിട്ട് വരിക. നാളെ ഒന്ന് നോക്കിയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. നാളെ കാണുവേ. നാളെ 4 മണിക്കായിരിക്കും. നാളെ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. ലീവ് ചെയ്തോളൂ.